ഇടുക്കിയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. വിനോദസഞ്ചാരികൾക്ക് ജില്ലയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരറിയിപ്പുണ്ടാകുന്നതുവരെ വിനോദസഞ്ചാരികൾ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. റോഡുകളിൽ പരിശോധന ശക്തമാക്കാൻ പോലീസിനും നിർദ്ദേശമുണ്ട്. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് കുമളി പൂപ്പാറ സംസ്ഥാന പാതയിൽ മരം കടപുഴകി വീണത്. ഇലക്ട്രിക് പോസ്റ്റും റോഡിലേക്ക് ഒടിഞ്ഞു വീണിരുന്നു. 3 മണിക്കൂറോളം സംസ്ഥാന പാതയിൽ ഗതാഗതം സ്തംഭിച്ചു. ക്രെയിൻ ഉപയോഗിച്ച് മരവും ഇലക്ട്രിക് പോസ്റ്റും മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ളതിനാൽ കടുത്ത നിയന്ത്രണമാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിനോദസഞ്ചാരികൾ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. മൂന്നാർ, പള്ളിവാസൽ, കുഞ്ചിത്തണ്ണി, വാഗമൺ വില്ലേജുകളിൽ പരിധിയിൽ വരുന്ന എല്ലാ തരത്തിലുമുള്ള വിനോദസഞ്ചാര പ്രവർത്തനങ്ങളും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിരോധിച്ചു. അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന വാഹനങ്ങൾ, ആംബുലൻസുകൾ, അഗ്നിരക്ഷാസേന, പോലീസ്, ദുരന്ത നിവാരണ സേന, പൊതുജനോപകാര സേവന വാഹനങ്ങൾ, സർക്കാർ പ്രത്യേകമായി അനുമതി നൽകിയ വാഹനങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണം ബാധകമല്ല. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വാഹന ഗതാഗതം നിയന്ത്രിച്ച ഉത്തരവ് നടപ്പാക്കണമെന്ന കർശന നിർദ്ദേശവുമുണ്ട്. ജില്ലയിൽ 8 ക്യാമ്പുകളിലായി 132 പേരാണുള്ളത്. ജില്ലയിൽ രാത്രികാല യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 മണി മുതൽ 6 മണി വരെയാണ് നിയന്ത്രണം. ചെറു ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നു. ജനം, ഇടുക്കി.